വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വസ്ത്രധാരണ ഏകീകരണത്തെ അട്ടിമറിച്ചുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഹിജാബ് അനുകൂല ഉത്തരവിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം കത്തുന്നു. വിദ്യാലയങ്ങളിൽ മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള നീക്കം പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് BJPയും വിവിധ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെ തുല്യത ഉറപ്പാക്കാൻ മുൻ BJP സർക്കാർ കൊണ്ടുവന്ന യൂണിഫോം ചട്ടം കോൺഗ്രസ് അട്ടിമറിച്ചതായാണ് ആക്ഷേപം. ഇതിനെതിരെ ശ്രീരാമസേന ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ വിദ്യാലയങ്ങളിൽ കാവി ഷാൾ വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിരോധം തീർക്കുകയാണ്. വിദ്യാലയങ്ങളെ മതനിരപേക്ഷ വിജ്ഞാന കേന്ദ്രങ്ങളാക്കി നിലനിർത്തണമെന്ന ആവശ്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് കർണാടക സർക്കാർ പുറപ്പെടുവിച്ച പുതിയ ഹിജാബ് ഉത്തരവിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഹിന്ദു സംഘടനകൾ. ഹുബ്ബള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കാവി ഷാൾ വിതരണം ചെയ്തുകൊണ്ടാണ് സംഘടനകൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ക്ലാസ് മുറികളിൽ ഹിജാബ് പോലെയുള്ള മതപരമായ ചിഹ്നങ്ങൾ അനുവദിച്ചാൽ തങ്ങൾ കാവി ഷാൾ ധരിച്ച് വിദ്യാലയത്തിലെത്തുമെന്ന ശക്തമായ സന്ദേശമാണ് വിദ്യാർത്ഥി സമൂഹം നൽകുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ജാതിയോ മതമോ തിരിക്കാതെ എല്ലാവരിലും തുല്യതയും അച്ചടക്കവും വളർത്താനാണ് മുൻപ് BJP സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായ യൂണിഫോം ചട്ടം നിർബന്ധമാക്കിയത്. ഈ നിലപാട് കർണാടക ഹൈക്കോടതിയും ശരിവെച്ചിരുന്നു. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് കോൺഗ്രസ് സർക്കാർ കോടതി വിധിക്ക് വിരുദ്ധമായി ക്യാമ്പസുകളിൽ മതപരമായ അടയാളങ്ങൾക്ക് വീണ്ടും അനുമതി നൽകിയെന്നാണ് BJP ആരോപിക്കുന്നത്. യൂണിഫോം എന്നാൽ യൂണിഫോം തന്നെ ആയിരിക്കണമെന്നും ക്ലാസ് മുറികൾ മതപരമായ പ്രകടനങ്ങൾക്കുള്ള വേദിയാക്കരുതെന്നും BJP IT സെൽ മേധാവി അമിത് മാളവ്യ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ തുറന്നടിച്ചു. ഒരു മതത്തിന് മാത്രം വിദ്യാലയങ്ങളിൽ പ്രത്യേക പദവി നൽകാൻ അനുവദിക്കില്ലെന്ന് ശ്രീരാമസേന തലവൻ പ്രമോദ് മുത്തലിക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിജാബിന് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സംസ്ഥാന വ്യാപകമായി കാവി ഷാൾ ക്യാമ്പയിനും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെയും ഹൈന്ദവ സംഘടനകളുടെയും തീരുമാനം. സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ കാരണം വിദ്യാലയങ്ങൾ വീണ്ടും കലുഷിതമാകുന്ന പശ്ചാത്തലത്തിൽ ക്യാമ്പസുകളിലെ അച്ചടക്കവും തുല്യതയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ജനം, ഡൽഹി.